അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങളുമായി മന്ത്രി എം ബി രാജേഷ്. 2021 ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനം പിന്നീട് സമഗ്ര മാർഗരേഖ സർക്കാർ ഉത്തരവാക്കി പുറത്തിറക്കിയതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നോ എന്ന മന്ത്രി എം ബി രാജേഷ്. പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തി. ഇത് ശുദ്ധ തട്ടിപ്പിന്റെ ഗണത്തിൽ വരുമോ എന്നും മന്ത്രി ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രിയുടെ ചോദ്യങ്ങൾ. തദ്ദേശ സ്ഥാപന തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന് മേൽനോട്ടം വഹിക്കാൻ. ആ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടെന്നറിയാമോ? ആ കമ്മിറ്റിയിൽ അത് മനസ്സിലാക്കണം. മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, തദ്ദേശ സ്ഥാപന ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ. നോക്ക്, ഇതിനേക്കാൾ വിപുലമായിട്ട് എങ്ങനെയാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്? തദ്ദേശ സ്ഥാപന ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധി, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി എന്നിവരടങ്ങുന്ന സമിതി ആണ് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടത്. തീർന്നില്ല, വാർഡ് തല സമിതികളുണ്ട്. മാനസ മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായും. മാനസ, പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളായി മുഖ്യമന്ത്രി നിയമസഭയിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച മുതൽ ആ നിമിഷം മുതൽ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിയമസഭയിൽ വരെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശുദ്ധ തട്ടിപ്പാണ്, അതിദരിദ്രമുക്തമാക്കി പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം, വിലയിരുത്തൽ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി കോൺഗ്രസുകാർ സ്വീകരിച്ചത്, UDF പൊതുവെ സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനം ഏത് രീതിയിലാണ് അതിദരിദ്രമുക്തമായത്, അതിന്റെ ഓരോ ഘട്ടങ്ങളും വിവരിച്ചുകൊണ്ടാണ് ഇപ്പോഴിതാ മന്ത്രി എം ബി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു ഇതിനുള്ള സർവേക്കൊക്കെ അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ തീർച്ചയായും പ്രസക്തമാകുകയാണ് എം ബി രാജേഷിന്റെ ചോദ്യങ്ങൾ. പ്രതിപക്ഷ നേതാവിനോടുള്ള ശുദ്ധ തട്ടിപ്പെന്ന് അവർ വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് എം ബി രാജേഷിന്റെ ചോദ്യങ്ങൾ. ഇക്കാര്യം മന്ത്രി നേരത്തെ തന്നെ വാർത്താ സമ്മേളനമായും അതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു വിമർശനം നേരിടുന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നീട് പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിലും നിയമസഭയിൽ പ്രതിപക്ഷം ഇതേ രീതിയിലുള്ള പ്രതികരണം ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഇന്ന് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങളാണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിരിക്കുന്നത്. 2021 ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനമാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. പിന്നീട് അതിന് വർഷങ്ങളായി അതിന്റെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖ സർക്കാർ ഉത്തരവാദി പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെയും തന്നെ തീർച്ചയായിട്ടുള്ള പ്രക്രിയ ഇതൊക്കെയും തന്നെ നടത്തിയിരുന്നു. പക്ഷെ ഇതിലൊന്നും തന്നെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകളോ ഒന്നും തന്നെ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിലപാടിലേക്കോ ഒന്നും തന്നെ പ്രതിപക്ഷം പോയില്ല എന്നത് ഇവിടെ പ്രസക്തമാണ്. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള അതായത് ഇത് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ ചില ഇടങ്ങളൊക്കെയും തന്നെ അതിദാരിദ്ര്യമുക്തമായി ജില്ലയും അതോടൊപ്പം തന്നെ പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഈഡൻ MP, അതോടൊപ്പം തന്നെ TJ വിനോദ് MLA തുടങ്ങിയ നേതാക്കളൊക്കെയും തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോഴൊന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഇത് ഒരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ശുദ്ധ തട്ടിപ്പാണ് എന്ന പ്രതികരണമോ പരാമർശങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ തലേ ദിവസം അതായത് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഒരു പരാമർശം, അതായത് ശുദ്ധ തട്ടിപ്പാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന പ്രതികരണം ഏത് പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് മന്ത്രി ഇപ്പോൾ എം ബി രാജേഷ് ഫേസ്ബുക്കിലൂടെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് ഒരു വ്യക്തമായ ഉത്തരം പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ ഇതുവരെയും നൽകാൻ കഴിഞ്ഞില്ല. സഭ ബഹിഷ്കരിച്ച് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ സഭ ബഹിഷ്കരിച്ച് പോകുമ്പോഴും
ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വസ്തുതകൾ അല്ലെങ്കിൽ പ്രധാന കാരണങ്ങൾ എന്താണ് എന്ന് പോലും പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കുന്നില്ല. കാരണം പറയാൻ സാധിക്കാത്തതിന്റെ മെയിൻ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പ്രതിപക്ഷ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയും തന്നെ അതിദാരിദ്ര്യം മുക്തമാക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെയും തന്നെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെയും തന്നെ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഇത് ഇന്നോ ഇന്നലെയോ അല്ല, ഇതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെയും തന്നെ ആ സ്ഥാപനങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അന്നും ഇതൊന്നും തന്നെ ചൂണ്ടിക്കാണിച്ചില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നതിന് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇങ്ങനെ ബഹിഷ്കരണം കാണിക്കുകയും അതോടൊപ്പം തന്നെ പ്രഖ്യാപനം നടത്തുന്നതിന്റെ തലേ ദിവസം ഇത് ചർച്ചാ വിഷയമാക്കുന്നതും വിവാദമാക്കുന്നതും എന്നതാണ് മന്ത്രി എം.പി. രാജേഷ് ചോദിക്കുന്നത്. ഇത് തീർച്ചയായും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക എന്ന് തന്നെയാണ് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായും ഉയർത്തുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷത്തിന് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ തുടർഭരണം വരുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ജനസൗഹൃദമായി സംസ്ഥാനം മാറ്റുന്നു, ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നു, നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നു, അതൊക്കെയും തന്നെ നടപ്പാക്കുന്നു. അതായത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി അത് പ്രവർത്തിച്ചു വരുമ്പോൾ അത് തീർച്ചയായും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അതൊരു വെല്ലുവിളിയായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ അത് വല്ലാതെ ക്ഷീണപ്പെടുത്തും അല്ലെങ്കിൽ ക്ഷീണിതരാക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിൽ ഒരു പ്രതിരോധം തീർക്കാനാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിന്റെ തലേ ദിവസം പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു നയം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളും അത് പിന്തുടരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നം കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് മുൻപ് ഉന്നയിച്ചില്ല? കാരണം 2021 തുടങ്ങിയ പദ്ധതി, ആ പദ്ധതി ഇപ്പോൾ 5ാം വർഷം എത്തി നിൽക്കുമ്പോഴാണ് പ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്ക് എത്തിയത്. തീർച്ചയായും അതിന്റെ നാൾ വഴികളും ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇറങ്ങിച്ചെന്നത്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രക്രിയ ഉൾപ്പെടെ വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിലും മന്ത്രി ഇക്കാര്യം, അതായത് ചില മാധ്യമങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ ഉത്തരം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. അതിൽ വീണ്ടും ചർച്ചയാക്കുകയും അതോടൊപ്പം തന്നെ ചില ചാനലുകൾ പ്രൈം ടൈം ചർച്ചയൊക്കെയും തന്നെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് മന്ത്രി ഇക്കാര്യം വീണ്ടും ഉയർത്തുന്നതും. ഈ കാര്യങ്ങളിലൊക്കെയും തന്നെ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാൻ സാധിക്കുമോ? കാരണം നിരവധി ചോദ്യങ്ങളാണ് മന്ത്രി എം.പി. രാജേഷ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ശുദ്ധ തട്ടിപ്പ് നടത്തിയിരുന്നെങ്കിൽ ആ തട്ടിപ്പിൽ ഈ കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുമോ എന്ന് തന്നെയാണ്. അവരെല്ലാം തട്ടിപ്പുകാരാണോ എന്നും മന്ത്രി ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം, അതായത് ഈ ചോദ്യങ്ങൾക്കൊക്കെയും തന്നെ വ്യക്തമായ ഒരു മറുപടി പ്രതിപക്ഷ നേതാവ് നൽകേണ്ടതുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെയും തന്നെ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും മറുപടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്.